നമസ്കാരം. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ ഭീകരതയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ വീണ്ടും സമുദ്രമാർഗം ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ഭീഷണി. ലഷ്കർ ഡെപ്യൂട്ടി ചീഫും 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായ സൈഫുള്ള ഖസീറിയുടെ വീഡിയോ സന്ദേശം CNN ന്യൂസ് 18 പുറത്തുവിട്ടു. ഈ വീഡിയോയിൽ ഇന്ത്യക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കുന്ന കസൂരി പാകിസ്ഥാന്റെ സൈനിക മേധാവിത്വത്തെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. 2025 പാകിസ്ഥാൻ ആകാശത്താധിപത്യം സ്ഥാപിച്ചുവെന്നും 2026 കടലിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും കസൂരി വീഡിയോയിൽ അവകാശപ്പെടുന്നു. കരയിലോ വായുവിലോ കടലിലോ ശത്രുവിന് ഒരിടവും ബാക്കിയുണ്ടാവില്ലെന്ന് ഇയാൾ പറയുന്നു. ഈ ആധിപത്യം ദൈവനിശ്ചയമാണെന്ന് വിശേഷിപ്പിക്കുന്ന കസൂരി തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും പാകിസ്ഥാൻ ഉടൻ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. 2008 അറബിക്കടൽ വഴി ലഷ്കർ നടത്തിയ മുംബൈ ആക്രമണത്തിന് സമാനമായ ഒരു സമുദ്ര ഭീകരാക്രമണത്തിനുള്ള മുൻകൂർ മുന്നറിയിപ്പുകളാണ് ഈ പ്രസ്താവനകളെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് കസൂരി. ഇതിന്റെ തിരിച്ചടിയായി 2025 മെയ് മാസത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ലഷ്കർ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ സൈനിക നീക്കം. മുരിദ്കെ, ബഹാവൽപൂർ എന്നീ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ കസൂരി അങ്ങേയറ്റം രോഷാകുലനാണ്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികളെ അധിനിവേശം എന്ന് ചിത്രീകരിക്കുന്ന ഇയാൾ കേഡർമാരുടെ പിന്തുണ നേടാനുള്ള ശ്രമത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ നൽകുന്ന കസൂരി ഇന്ത്യ ജലഭീകരത നടത്തുകയാണെന്നും ആരോപിക്കുന്നു. കശ്മീരിൽ ഇന്ത്യ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് പ്രതികാരമായി ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. മറ്റൊരു വിവാദ പ്രസ്താവനയിൽ അവർ മദീന ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മതകേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെക്കുമെന്നും ഇയാൾ സൂചിപ്പിച്ചു. ഇത് സിവിലിയൻ കേന്ദ്രങ്ങൾക്കും പ്രതീകാത്മകമായ ഇടങ്ങൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൂടാതെ പാകിസ്ഥാൻ സൈന്യവുമായിട്ടുള്ള ലഷ്കറിന്റെ സഹകരണത്തെക്കുറിച്ചും ഇയാൾ തുറന്നു പറഞ്ഞത് ഭീകരവാദത്തിന് ലഭിക്കുന്ന പാക് ഭരണകൂടത്തിന്റെയും ISIയുടെയും പിന്തുണയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വഴി ലഷ്കറിന് ഏറ്റ തിരിച്ചടികൾക്ക് ശേഷം പ്രസക്തി നിലനിർത്താനുള്ള ശ്രമമായിട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇതിനെ കാണുന്നത്. കേഡർമാരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനുള്ള പ്രചാരണം മാത്രമാണിതെന്ന് സുരക്ഷാ വിദഗ്ധർ കരുതുന്നുണ്ടെങ്കിലും മുംബൈ മാതൃകയിലുള്ള ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ സുരക്ഷാ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപം വീണ്ടും സ്ഫോടനം നടത്താൻ പാക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നുവെന്ന റിപ്പോർട്ടും ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ പുറത്തു വന്നിരുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ചാന്ദിനി ചൗക്ക് ക്ഷേത്രം ഉൾപ്പെടെ രാജ്യത്തെ മറ്റ് പ്രസിദ്ധമായ ആരാധനാലയങ്ങൾക്ക് സമീപം സ്ഫോടനം നടത്താൻ ലഷ്കർ ഇ തോയ്ബ പദ്ധതിയിട്ടതായിട്ടായിരുന്നു സുരക്ഷാ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ട് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നത്. പഴയ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലെ പ്രശസ്തമായ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ IED സ്ഫോടനങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു ആ റിപ്പോർട്ട്. ഇതിനെ തുടർന്ന് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിൽ പോലീസ് കൂടുതൽ ജാഗ്രതയിലുമാണ്. ചെങ്കോട്ട, ചാന്ദിനി ചൗക്ക് മേഖലകളിലും നഗരത്തിലെ പ്രധാന വിപണികളിലും ആരാധനാലയങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരിശോധനകൾ ഉൾപ്പെടെ കർശനമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ലഷ്കർ ഇ തോയ്ബ. ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും ക്രൂരമായ പല ആക്രമണങ്ങൾക്ക് പിന്നിലും ലഷ്കർ ഇ തോയ്ബയായിരുന്നു. മുംബൈ ആക്രമണം കൂടാതെ 2001 പാർലമെന്റ് ആക്രമണത്തിലും ഈ ഭീകര സംഘടനയ്ക്ക് പങ്കുണ്ട്. ജെയ്ഷെ മുഹമ്മദിനൊപ്പം ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിന് നേരെ ഇവർ ആക്രമണം നടത്തി. 2016 ഉറി ആക്രമണത്തിലും പങ്കുണ്ട്. സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അവരുടെ പങ്ക് വ്യക്തമാണ്.